Next question. Integrate f of z around the circle C mod z equal to 3/2 in the clockwise direction where f of z is equal to tan z divided by z square minus 1. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1. തന്നിരിക്കുന്ന സർക്കിള് മോഡ് ഇസഡ് ഈക്വൽ ടു 3/2. അപ്പം സർക്കിൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 3/2 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇനി നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു 1 നമ്മൾക്കറിയാം. ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഈ സർക്കിളിൻ്റെ അകത്ത് വരും. ഇസഡ് ഇസ് ഈക്വൽ ടു -1 ഈ സർക്കിളിൻ്റെ അകത്ത് വരും. കാരണം എന്താ, നമ്മൾ സർക്കിൾ ഇപ്പം വരയ്ക്കുവാണെങ്കിൽ ഇവിടെ -1 വരത്തില്ല അല്ലേ. ഇവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു 3/2 അല്ല, ഇസഡ് ഇസ് ഈക്വൽ ടു 0 പറയുമ്പോൾ മാറിപ്പോൾ റേഡിയസ് 3/2. അപ്പോൾ ഇവിടെ 3/2, ഇവിടെ -3/2. അപ്പോൾ ഇവിടെ -1 വരും, ഇവിടെ 1 വരും. അപ്പോൾ 1ഉം -1ഉം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ 2 പോയിന്റുകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ ടാൻ ഇസഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ടാൻ ഇസഡ് നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു π/2 അനലിറ്റിക് അല്ല. അപ്പോൾ ഇസഡ് ഈക്വൽ ടു π/2 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം 3.14 ഡിവൈഡഡ് ബൈ 2 ആണ്. 3.14 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇപ്പുറത്താണ്. -tan π/4 അത് പുറത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇസഡ് സ്ക്വയർ -1ൻ്റെ 1ഉം -1 എന്നുള്ള 2 പോയിന്റുകളിലാണ് ഇത് അനലിറ്റിക് അല്ലാതെ വന്നിരിക്കുന്നത്. 1ലും അനലിറ്റിക് അല്ല, -1ലും അനലിറ്റിക്. അപ്പോൾ രണ്ടിടത്ത് അനലിറ്റിക് അല്ലാതെ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത് വരും. tan z ഈസ് not analytic at z equal to +or-π/2 +or-3π/2 π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ്. ഇതെല്ലാം പക്ഷേ എന്താ, ഈ സർക്കിളിൻ്റെ പുറത്താണ്. ബട്ട് ഓൾ ദീസ് പോയിൻറ്റ്സ് ലൈസ് ഔട്ട്സൈഡ് സിക്ക് പുറത്താണ് ഈ പോയിന്റുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 1/z² -1 നമുക്ക് a/z-1 + b/z+1 എടുക്കാം. കാരണം z² -1 നമ്മൾ ഒറ്റയടിക്ക് എടുക്കുവാണെങ്കിൽ 1ഉം -1ഉം ഇത് അനലിറ്റിക്കൽ 2 പോയിന്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് വേണം എടുക്കാം. അപ്പോൾ z-1ലും അനലിറ്റിക് അല്ല, z+1ലും അനലിറ്റിക് അല്ല, 1ലും -1ലും അനലിറ്റിക് അല്ല. അപ്പോൾ നമുക്ക് 1 is equal to a into z+1, a into z+1 plus b into z-1. z is equal to 1 കൊടുത്താൽ 1 is equal to 2a implies a equal to 1/2. z is equal to -1 കൊടുത്താൽ 1 is equal to -1 കൊടുക്കുമ്പോൾ ഇത് 0 + b into -2 implies -2b equal to 1 ആണ്, b equal to -1/2. Therefore 1/z² -1 is equal to 1/2 divided by z-1 minus 1/2 divided by z+1. Therefore tan z by z² -1 is equal to tan z into 1/2 by z-1 minus 1/2 by z+1 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് this is equal to 1/2 tan z divided by z-1 minus 1/2 tan z divided by z+1 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം tan z എന്ന് പറയുന്നത് 1/2 tan z ഈ സർക്കിളിൻ്റെ അകത്ത് അനലിറ്റിക് ആണ്. അപ്പം z equal to 1 അനലിറ്റിക് അല്ല, z equal to -1 അനലിറ്റിക് അല്ല. if f z equal to tan z, then
എഫ് ഇസഡ് ഈസ് F1 ഇസഡ് എടുക്കാം. Then F1 ഇസഡ് ഈസ് അനലിറ്റിക് ഇൻസൈഡ് സി. ടാൻ ഇസഡിൻ്റെ അകത്ത് വരുന്ന പോയിൻറ്റുകൾ π/2 -π/2 ഒക്കെയാണ് അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റുകൾ. അപ്പം അത് സർക്കിളിൻ്റെ പുറത്തായതുകൊണ്ട് സർക്കിളിൻ്റെ അകത്ത് ടാൻ ഇസഡ് അനലിറ്റിക് ആണ്. Therefore integral over C tan z by z square minus 1 is equal to 1/2 integral over C tan z by z minus 1 minus 1/2 integral over C tan z divided by z plus 1. ഇതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇനി by Cauchy's integral theorem, if Fz is analytic inside C and Z0 is a point in C, then integral over C Fz by Z minus Z0 dz is equal to 2 into f of Z0. ഇനി നമുക്ക് Z equal to 1 lies inside C and F1 of Z is analytic in C. Therefore, integral over C tan Z by Z minus 1 is equal to 2 into F1 of 1 എന്ന് വരും. Z minus Z0. This is equal to 2 into F1 of 1 എന്ന് പറയുന്നത് tan 1 ആണ്. Therefore 1/2 integral over C tan Z by Z minus 1 is equal to 1/2 into 2 tan 1 equal to pi into tan of 1. അതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കുക. ഇനി Z is equal to -1 lies inside C and F1 of Z is analytic in C. Therefore, integral over C tan Z by Z plus 1 is equal to 2 into F1 of minus 1 വരും. അപ്പോൾ 2 into tan of minus 1. അപ്പോൾ അതെന്താ മൈനസ് ടാൻ 1 വരും. അപ്പോൾ 2 tan 1 മൈനസ് ടാൻ 1. ടാൻ ഓഫ് -1 മൈനസ് ടാൻ 1 ആണ്. Therefore 1/2 integral over C tan Z by Z plus 1 is equal to 1/2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -πi tan 1. അതിനെ ഇക്വേഷൻ 3 എടുക്കാം. ഇനി 1ഉം 2ഉം 3ഉം കൂടെ കമ്പൈൻ ചെയ്യാം. ഫ്രം 1, 2 and 3. 1 പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ πi tan 1 മൈനസ് πi tan 1 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പ്ലസ് πi tan 1 മൈനസ് ഇൻ്റഗ്രൽ ഓവർ C tan Z by Z square minus 1 is equal to minus of minus πi tan 1 equal to pi tan 1 plus pi tan 1 equal to 2 tan 1 എന്ന് കിട്ടും. tan 1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഇവിടെ ചെയ്ത പ്രോസസ്സ് ഓർക്കണം. നമുക്ക് ചെയ്തപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിയാൽ 2 സിംഗുലാരിറ്റീസും ഇതിൻ്റെ അകത്താവുന്നത്. നമുക്ക് ഒരെണ്ണം വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കോഷീസ് ഇൻ്റഗ്രൽ തിയറം. അപ്പോൾ ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. സെവൻത് ക്വസ്റ്റ്യൻ. Integrate the function f of z equal to z square plus 1 divided by z square minus 1
z square plus 1 divided by z square minus 1 counterclockwise around each of the four circles in figure. 4 സർക്കിൾ ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എല്ലാ സർക്കിളുകളും കൂടെ ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവേ. സർക്കിൾ എ എൻ്റെ ഒപ്പം വരച്ചു പോണേ. സർക്കിൾ എ എന്ന് പറയുന്നത് ഈ പോയിൻ്റ് 1 ആണ്. ഇതാണ് സർക്കിൾ എ എന്ന് പറയുന്നത്. ഇനി സർക്കിൾ ബി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറി ഒരു സർക്കിളാണ്. ഇതാണ് സർക്കിൾ ബി എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ സർക്കിൾ ഇത് സർക്കിൾ എ. നിങ്ങളൊരു കോയിനോ വല്ലതും വെച്ചിട്ടൊന്ന് വരച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ 1 വരുന്ന പോലെ. രണ്ടാമത്തെ സർക്കിൾ അതിനെ ഓവർലാപ്പ് ചെയ്താണ് വന്നേക്കുന്നത്. -1 വരെ എത്തിയിട്ടില്ല, പക്ഷേ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെയാണ് -1 വന്നേക്കുന്നത്. ഇത് -1 വരുന്നൊരു സർക്കിൾ വേറെ വരുന്നുണ്ട്. ഇത് ബി. ഇനി സി എന്നുള്ള സർക്കിൾ -1 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് സെൻറ്ററൊന്നുമല്ല, -1 സെൻറ്ററൊന്നുമല്ല, ഇടയ്ക്കത്തെ ഒരു പോയിൻ്റ് പോലെയാണ് കിടക്കുന്നത്. -1 ഈ സർക്കിളിനെ എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇത് സി. അടുത്തത് ഡി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഡി ആണ് വരുന്നത്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കോയിനോ എല്ലാം വെച്ചിട്ടൊന്ന് വരച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ സർക്കിൾ ഇത് എ. ഫസ്റ്റ് സർക്കിൾ എ. അത് സെൻറ്റർ 1 വരുന്ന പോലത്തെ സർക്കിളാണ്. അടുത്ത സർക്കിൾ 1 അകത്ത് വരുന്നുണ്ട്, പക്ഷേ -1 വരുന്നില്ല. അതാണ് ബി. മൂന്നാമത്തതിൻ്റെ അകത്ത് -1 അകത്ത് വരുന്നുണ്ട്, 1 വരുന്നില്ല. ഡിക്കകത്ത് 1 ഇല്ല. ഈ സർക്കിളിനെ എല്ലാം ടച്ച് ചെയ്യുന്ന ഒരു സർക്കിളാണ് ഡി. അത് 1 ഇല്ല, -1 ഇല്ല. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഓരോ പാർട്ട് ബൈ പാർട്ട് ചെയ്യാം. നമുക്ക് എഫ് ഓഫ് ഇസഡ് തന്നേക്കുന്നത് z² + 1 ഡിവൈഡഡ് ബൈ z - 1 ഇൻറ്റു z + 1 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷൻ z = 1ലും z = -1ലുമാണ് അനലിറ്റിക് അല്ലാത്തത്. ഇൻ എ the circle C encloses 1. നോക്കിയേ, 1 ഉണ്ട്, പക്ഷേ -1 ഇതിൻ്റെ പുറത്താണ്. encloses 1 but -1 lies outside C. therefore നമ്മൾ f1 of z is equal to z² + 1. -1 പുറത്തായതുകൊണ്ട് 1/z+1 അനലിറ്റിക് ആയിരിക്കുമല്ലോ. അപ്പം സർക്കിളിൻ്റെ അകത്ത് 1 ഉണ്ട്, -1 ഇല്ല. അപ്പം 1/z+1 എന്നുള്ളത് അനലിറ്റിക് ആയിരിക്കും. അപ്പം f1 of z is equal to z² + 1 divided by z + 1 is analytic. f1 of z is equal to z² + 1 divided by z + 1 is analytic inside C. therefore if fz is analytic in C and z0 is a point in C, then integral over C fz by z minus z0 dz is equal to 2πi into f of z0 ആണ്. therefore integral over C z² + 1 divided by z² - 1 is equal to integral over C. നമ്മൾ C എന്ന് പറയുന്നത് നമ്മൾ A ആണ്. A എന്നുള്ള സർക്കിളാണ് എടുത്തേക്കുന്നത്. integral over C z² + 1 divided by
ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 1 ഡി ഇസഡ് നമുക്ക് എഴുതാൻ പറ്റും. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ F1 ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ F1 ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ഡി ഇസഡ് ആണ്. ഇസഡ് ഈക്വൽ ടു 1 ഈ സർക്കിളിൻ്റെ അകത്തെ പോയിൻ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ 2πi ഇൻറ്റു F1 ഓഫ് 1 എന്ന് എഴുതാൻ പറ്റും. അപ്പം മുമ്പത്തെ പോലെ തന്നെ 2πi ഇൻറ്റു F1 ഓഫ് 1 എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1 ആണ്. അപ്പം നമുക്ക് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 എന്ന് വരും. അപ്പം 2πi 1 പ്ലസ് 1 1 പ്ലസ് 1 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2πi എന്ന് കിട്ടി. ഇനി ബി പാർട്ട് എന്നുള്ള സർക്കിളിൻ്റെ അകത്തും നമുക്ക് എന്താണ് ഈ സർക്കിളിൻ്റെ അകത്ത് 1 ഉണ്ട് മൈനസ് 1 ഉണ്ട്. ഇൻ സർക്കിൾസ് ബി z equal to 1 lies inside C and z equal to minus 1 lies outside C. Therefore, if f1 of z equal to z square plus 1 divided by z plus 1, then f1 of z is analytic in C. Therefore, integral over C z square plus 1 divided by z square minus 1 is equal to integral over C f1 of z by z minus 1 equal to 2πi into f1 of 1 എന്ന് വരും, which is equal to 2πi into 1 plus 1 divided by 1 plus 1. പിന്നെയും 2πi എന്ന് കിട്ടി. ഇനി സർക്കിൾ സി എടുക്കാം. സർക്കിൾ സി നിങ്ങൾ നോക്കി, ഇതാണ് നമ്മുടെ സർക്കിൾ സി. സർക്കിൾ സിക്കകത്ത് -1 ഉണ്ട്, 1 ഇല്ല. z ഈക്വൽ ടു -1 ലൈസ് ഇൻസൈഡ് സി ബട്ട് z ഈക്വൽ ടു 1 ലൈസ് ഔട്ട്സൈഡ് സി. Therefore, f2 of z equal to z square plus 1. z equal to 1 പുറത്തായതുകൊണ്ട് 1 by z minus 1 അനലിറ്റിക് ആയിരിക്കും. അപ്പം f2 of z is equal to z square plus 1 divided by z minus 1 എടുക്കുവാണെങ്കിൽ z equal to 1 പുറത്തായതുകൊണ്ട് ഈസ് അനലിറ്റിക് ഇൻ C എന്ന് പറയാലോ. ഈസ് അനലിറ്റിക് ഇൻ C. Therefore, integral over C z square plus 1 divided by z square minus 1 dz equal to integral over C f2 of z divided by z plus 1, which is equal to 2πi into f2 of minus 1 എന്ന് വരും. f2 of minus 1 അപ്പോൾ നമുക്കതിന് 2πi into f2 of minus 1 ഇവിടെ -1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1 എന്ന് വരും, ഈക്വൽ ടു 2πi. -1ഉം പ്ലസ് 1ഉം കൂടെ -1 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ -2 ഈക്വൽ ടു -2πi എന്ന് കിട്ടും. ചെയ്ത് കാണത്തില്ലായിരുന്നല്ലേ, സോറി. അപ്പം ഇൻ്റഗ്രൽ ഓവർ സി z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ -1 ആണ്. അപ്പം നമ്മൾ ചെയ്തപ്പം ഇതിനെ f2 ഓഫ് z എന്ന് പറയുന്നത് z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ z മൈനസ് 1 എന്നാക്കി. അപ്പം ഇത് അനലിറ്റിക് ആയതുകൊണ്ട് മിച്ചമുള്ളത് 1 by z പ്ലസ് 1. അപ്പം 2πi f2 ഓഫ് -1 വരും. f2 ഓഫ് -1 എന്ന് പറയുന്നത് -1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ -1. അപ്പോൾ ആൻസർ നമുക്ക് -2πi എന്ന് കിട്ടും. ഇനി ഡി, ഇവിടെ 2 പോയിന്റുകളെ ആകെ നമുക്ക് ഡിനോമിനേറ്റർ നമ്മൾ നോക്കുമ്പോൾ 2 പോയിന്റുകളെ 1ഉം -1ഉം മാത്രം നമ്മൾ നോക്കിയാൽ മതി, വേറെ പോയിന്റുകളൊന്നും അനലിറ്റിസിറ്റി പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡി എന്നുള്ള സർക്കിൾ നോക്കുവാണെങ്കിൽ 1ഉം -1ഉം ഈ സർക്കിളിൻ്റെ പുറത്താണ്. ബോത്ത് z equal to 1 and z equal to -1 lies outside C. Lies outside C. Both z equal to 1 and z equal to -1 lies outside C. Therefore, 1ഉം -1ഉം പുറത്തായതുകൊണ്ട് z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ -1
ഈസ് അനലിറ്റിക് ഇൻ സി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഈ സിയിൽ മൊത്തം ആ ഡി എന്നുള്ള സർക്കിളിനകത്ത് മൊത്തത്തിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക്കാണ്. ദെർഫോർ ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം we have integral over c z square plus 1 divided by z square minus 1 dz equal to 0. മൊത്തം എല്ലായിടത്തും അനലിറ്റിക് ആയതുകൊണ്ട് അവിടെ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 എന്ന് പറയും. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലം പോലെ 4 പാർട്ടായിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടിലെ സർക്കിളിൻ്റെ അകത്ത് 1 മാത്രമേ ഉള്ളൂ, സെക്കൻഡ് സർക്കിളിൻ്റെ അകത്തും 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 z-1 വരുന്നത് പോലെ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ അനലിറ്റിക് ഫംഗ്ഷനായിട്ട് എടുത്തു. പിന്നെ -1 വന്നപ്പോൾ നമ്മൾ 1/z+1 വരുന്നത് പോലെ ബാക്കി മിച്ചമുള്ളതിനെ എഫ് ഓഫ് ഇസഡ് എടുത്തു. പിന്നത്തെ നാലാമത്തേൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 1 ഇല്ല, -1 സർക്കിളിനകത്ത് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഫംഗ്ഷൻ ആ ഡൊമൈനിൽ മൊത്തം ആ സർക്കിളിൽ മൊത്തം അനലിറ്റിക് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല മൾട്ടിപ്ലി കണ്ടഡ് ഡൊമൈൻ, ഡബ്ലി കണ്ടഡ് ഡൊമൈൻ, നമ്മൾ നേരത്തെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം പറഞ്ഞതുപോലെ തന്നെ ഈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയെ നമുക്ക് ഡബ്ലി കണ്ടഡ് റീജിയനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ജസ്റ്റ് 2 സെൻറ്റൻസേ ഉള്ളത്, ഈ കൂട്ടത്തിൽ അങ്ങ് എഴുതിയാൽ മതി. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ doubly connected Cauchy's integral formula for doubly connected domains. Cauchy's integral formula for doubly connected domains. If fz is analytic on two simple closed path C1 and C2 and in the ring shaped domain bounded by C1 and C2 and Z0 is any point in that domain, then നമുക്കിവിടെ ഫിഗറുകൾ വരച്ച് പോയേക്കാം. ഇത് C1, അത് C2, ഇത് C2, ഇത് C1. അതിൻ്റെ ഇടയ്ക്കത്തെ പോർഷനാണ് റിംഗ് ഷേപ്ഡ് ഡൊമൈൻ. അതൊന്ന് ഷെയ്ഡ് ചെയ്താൽ മതി നമ്മുടെ ഡൊമൈൻ കാണിക്കാൻ വേണ്ടി. എഫിസർ ഈസ് അനലിറ്റിക് ഓൺ സിമ്പിൾ ഈ 2 പാത്തിലും സിംപ്ലി ഈസ് അനലിറ്റിക് ആണ്. റിംഗ് ഷേപ്ഡ് ഡൊമൈനിലും ഇത് അനലിറ്റിക് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമൈനായിട്ട് വരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ അകത്തെ ഒരു പോയിൻ്റാണ് Z0. അപ്പോൾ FZ is analytic on 2 simple closed paths C1 and C2 and in the ring shaped domain bounded by C1 and C2 and Z0 is any point in that domain. Then അങ്ങനെയാണെങ്കിൽ Z0 ഇതിൻ്റെ അകത്തെ ഒരു പോയിൻ്റ് ആണെങ്കിൽ f of Z0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2πi integral over C1 f of Z by Z minus Z0 പ്ലസ് 1/2πi ഇൻ്റഗ്രൽ ഓവർ, ഇതിവിടെ ചുമ്മാ ഇതാണ് ഞാൻ അറിയാനായിട്ടാണ്, ബൈ ഇൻ്റഗ്രൽ ഇട്ടാലും കുഴപ്പമില്ല, ക്ലോസ്ഡ് പാത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല. C2 f of Z by Z minus Z0 dz.
അപ്പം ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡബ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര പറയുന്നുള്ളൂ. എഫ് ഇസഡ് ഈ രണ്ട് കേർവിലും അനലിറ്റിക്കാണ്, ഇതിൻ്റെ ഇടയ്ക്കത്തെ പോയിന്റിലും അനലിറ്റിക്കാണ്. ഇസഡ് നോട്ട് എന്ന് പറയുന്ന ഈ ഇടയ്ക്കത്തെ ഒരു പോയിന്റ് ആണ് എങ്കിൽ എഫ് ഓഫ് ഇസഡ് നോട്ടിൻ്റെ വാല്യൂ 1/2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് പ്ലസ് 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി ടു എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് എന്ന് പറയാം. where the outer integral over C1 is taken counterclockwise and the inner integral over C2 is taken clockwise. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഫോർ ഡബ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്.